ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പ്രതിയും പത്തനംതിട്ടയിലെ മുതിർന്ന CPIM നേതാവുമായ എ പത്മകുമാറിനെതിരെ നടപടി തീരുമാനിക്കാൻ നിർണായക CPIM ജില്ലാ കമ്മിറ്റി യോഗത്തിന് തുടക്കമായി. പത്മകുമാറിനെ പുറത്താക്കാൻ CPIM ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തേക്കും. പാർട്ടി നടപടി വരാനിരിക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി എ പത്മകുമാർ രംഗത്ത് വരികയാണ്. മേൽശാന്തി നിയമനത്തിൽ വരെ CPIM ഇടപെടലുണ്ടായെന്നും താൻ നിർദ്ദേശിക്കുന്നയാളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു മന്ത്രി കത്ത് നൽകിയെന്നും എ പത്മകുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യനും തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്തും ചേരുന്നു. ആദ്യം പത്തനംതിട്ടയിലേക്ക് ഷിജോ കുര്യനിലേക്ക്. ഷിജോ, CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി തുടങ്ങിയിട്ടുണ്ടല്ലോ. ആദ്യം തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് ചർച്ച ചെയ്യലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എ പത്മകുമാറുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുക. അതിനിടെ എ പത്മകുമാർ ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ആത്മകഥ എഴുതും എന്ന കാര്യം പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ ഈ ആത്മകഥയിൽ ചില കാര്യങ്ങൾ, അതും അന്നത്തെ CPIM നേതൃത്വത്തിൻ്റെ ഇടപെടൽ, ശബരിമലയിൽ തന്ത്രിയെ നിയമിക്കുന്നതിൽ പോലും, തന്ത്രി നിയമനത്തിൽ പോലും മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. സാധാരണ അത്തരം കാര്യങ്ങളിലൊക്കെ മേൽശാന്തി നിയമനത്തിൽ പോലും സാധാരണഗതിയിൽ ഈ മേൽശാന്തി നിയമനമൊക്കെ നറുക്കെടുപ്പിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇതിലുണ്ടാകും എന്ന് അത്രയേറെ ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അത്തരം ഇടപെടലുകൾ പോലും ഉണ്ടായി എന്ന് പത്മകുമാർ പറയുമ്പോൾ CPIMനെ സംബന്ധിച്ച് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകേണ്ട അവസ്ഥയല്ലേ ഇപ്പോഴുള്ളത്? ഷിജോ. ദിലീപ് കുമാർ, അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തായാലും പത്മകുമാറിന്റെ ഭാവി എന്താകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ MLA യും ഒക്കെ ആയിരുന്ന പത്മകുമാർ വലിയ തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉയർത്തിവിടുന്നുണ്ട്. അതിനകത്ത് എന്തായാലും പത്മകുമാറിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്തുകൊണ്ട് CPIM ജില്ലാ നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഇക്കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഉയർന്നു കേൾക്കുന്നത്. അപ്പോഴൊന്നും ഒരു കടുത്ത നടപടിയിലേക്ക് പോകാതെ ഒരു മൃദു സമീപനം, പൂർണ്ണമായിട്ട് തള്ളാതെയും കൊള്ളാതെയുമുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റി ഇതിനകത്ത് പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് പിന്നാലെ തന്നെയാണ് ജില്ലാ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത്. ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം തുടങ്ങിയിട്ടുണ്ട്. നേതാക്കളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ MLA KU ജനീഷ് കുമാർ അടക്കം ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അങ്ങനെ ജില്ലാ നേതൃയോഗങ്ങൾക്ക് തുടക്കമാവുകയാണ്. ആദ്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള റിവ്യൂ ആയിരിക്കും പരിശോധിക്കപ്പെടുക. റിവ്യൂ റിപ്പോർട്ടിന്മേലൊരു ചർച്ച നടക്കും. അതിനുശേഷം ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ചേരുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ചേർന്നുകൊണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് പത്മകുമാറിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിനകത്ത് ഒരു ചർച്ചയുണ്ടാവും. സ്വാഭാവികമായിട്ടും പത്മകുമാറിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളൊരു ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന കാര്യത്തിലടക്കം ഈ പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു ചർച്ചയുണ്ടാകും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ജില്ലാ കമ്മിറ്റി ചേരും. ആ ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്ന ജില്ലാ സെക്രട്ടറിയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി ചർച്ച ചെയ്തുകൊണ്ട് അത് അവിടെ തീരുമാനമെടുത്തുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുകയായിരിക്കും ചെയ്യുക. അതാണ് CPIMന്റെ ഒരു പതിവ് രീതി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പത്മകുമാറിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ആവശ്യം വളരെ നേരത്തെ തന്നെ ഉയർന്നു വന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെ SITയുമായി ബന്ധപ്പെട്ടുകൊണ്ട് SIT ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിക്കട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സമീപനമാണ് തുടർന്നിരുന്നത്. പക്ഷേ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാട് പല അംഗങ്ങളും ശക്തിയുദ്ധം ഉന്നയിച്ചതോടുകൂടിയാണ് നടപടിയിലേക്ക് പോകാം എന്നുള്ള കാര്യത്തിലേക്ക് CPIM എത്തിയത്. അങ്ങനെ പത്മകുമാറിനെതിരായുള്ള നടപടി ഇപ്പോൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലാ നേതൃയോഗങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ജില്ലാ കമ്മിറ്റിയിൽ ഇത് ചർച്ച ചെയ്യും. പിന്നീട് സെക്രട്ടേറിയറ്റ് കൂടി അക്കാര്യത്തിനകത്ത് വീണ്ടും ഒരു ചർച്ചയുണ്ടാകും. അതിനുശേഷം ജില്ലാ കമ്മിറ്റി ഒന്നുകൂടി ചേർന്നുകൊണ്ട് അവിടെ അത് ഉറപ്പിച്ച് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും. സ്വാഭാവികമായിട്ടും പത്മകുമാർ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത തന്നെയാണ് ഏറ്റവും അധികമായിട്ട് കൽപ്പിക്കപ്പെടുന്നത്. നിലവിൽ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പത്മകുമാറിനെ നിലവിൽ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. പാർട്ടി പരിപാടികളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള നിയോജക മണ്ഡലത്തിലെ ചുമതല കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. ഇത്തവണ അതിൽ നിന്ന് പോലും പത്മകുമാറിനെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ അതൊരു നടപടിയായിട്ട് പോലും വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് കഴിഞ്ഞ ദിവസം നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊരു നടപടി അല്ല എന്നുള്ളത് പ്രവർത്തകർക്കും അറിയാമായിരുന്നു. പക്ഷേ അങ്ങനെ നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഘട്ടം വന്നതോടുകൂടിയാണ് നടപടിയിലേക്ക് പോകാൻ CPIM നേതൃത്വം തയ്യാറായിട്ടുള്ളത്. ആ നടപടി ഇന്ന് ചർച്ച ചെയ്യും. സ്വാഭാവികമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്മകുമാർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഒരു പക്ഷേ അങ്ങനെയല്ല എങ്കിൽ നിലവിൽ പത്മകുമാർ പാർട്ടിക്ക് പുറത്തു നിൽക്കട്ടെ. അതിനുശേഷം SIT ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം മറ്റ് കാര്യങ്ങൾ തീരുമാനിക്കാം എന്നുള്ള നിലപാടിലേക്കും ഒരു പക്ഷേ CPIM നേതൃത്വം പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അങ്ങനെ
അങ്ങനെ പത്മകുമാറിനെതിരെ പാർട്ടി നേതൃത്വം കടുത്തൊരു നടപടിയിലേക്ക് പോകുമെന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് പത്മകുമാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പാർട്ടി നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തലുകൾ തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പത്മകുമാർ പറഞ്ഞത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കില്ല. അന്ന് ആ യുവതീ പ്രവേശനത്തിന് സമയത്ത് തന്നെയും ADGP S. ശ്രീജിത്തിനെയും തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ പത്മകുമാർ കഴിഞ്ഞ ദിവസം തന്റെ അടുത്ത സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെ മറ്റൊരു കാര്യം ഇന്ന് പറഞ്ഞത് ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ ഒരു മന്ത്രി, അതായത് ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിലെ ദേവസ്വം മന്ത്രിയോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സർക്കാരിലെ ദേവസ്വം മന്ത്രിയോ ആരാണെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ ഒരു മന്ത്രി തന്നെ കൃത്യമായിട്ട് സമീപിക്കുകയും മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ മന്ത്രി നിർദ്ദേശിക്കുന്ന ആളുടെ പേര് അവിടെ രേഖപ്പെടുത്തണമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതായത് താൻ പറയുന്ന ആളെ അവിടെ മേൽശാന്തിയായിട്ട് നിയമിക്കണം എന്നൊരു മന്ത്രി പറഞ്ഞു എന്നുള്ള വെളിപ്പെടുത്തലൊക്കെ അത് ഈ പറയുന്ന പത്മകുമാർ നടത്തിയതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എത്രമാത്രം വിശ്വസനീയമാണ് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ജാമ്യ വ്യവസ്ഥയിൽ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നൊരു വ്യവസ്ഥയുണ്ട്. പക്ഷേ അദ്ദേഹം സുഹൃത്തുക്കളോട് പറയുന്നുണ്ട്. ഇക്കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെ പത്മകുമാർ പറഞ്ഞിട്ടുള്ള ഒരു രണ്ടാമത്തെ വിവരമാണ് ശബരിമല മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ CPM നേതൃത്വം ഇടപെട്ടു, അത് ഒരു മന്ത്രി തന്നെയാണ് എന്നുള്ള കാര്യമാണ് പത്മകുമാർ തന്റെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ പാർട്ടി നേതൃത്വം ഈ പറയുന്ന പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രം പത്മകുമാർ പയറ്റുന്നത് എന്നുള്ള വിവരം കൂടി ഇതിന്റെ ഭാഗമായി പുറത്തു വരുന്നുണ്ട്. ദിലീപ്, ഷിജോ, അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നടപടി ഉണ്ടാകും എന്നേറെക്കുറെ ഉറപ്പായ ഘട്ടത്തിലാണ് ആത്മകഥ പുറത്തിറക്കും എന്ന ബോംബ് പത്മകുമാറിൻ്റെ ഭാഗത്ത് നിന്ന് അത് പൊട്ടിക്കുന്നത്. മാത്രമല്ല അതിൽ ചില നേതാക്കളെ കൂടി ഉന്നമിടുന്നതിൻ്റെ സൂചനകൾ കൂടി വരികയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ നടപടി എന്നത് അത് ഏതെങ്കിലും തരത്തിൽ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ ഉള്ള ആ പ്രാഥമികമായ ആലോചനയിൽ നിന്ന് CPM നേതൃത്വത്തെ പിന്നോട്ട് വലിക്കുന്നുണ്ടോ ഷിജോ? ഇനി അതിന് അടിമപ്പെടേണ്ടതില്ല, ഇനി അതിന് കീഴ്പ്പെടേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് CPM എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച പാർട്ടി അംഗത്വം പത്മകുമാർ പുതുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പത്മകുമാർ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയാൽ ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള ഒരു പൊതുവികാരം പ്രവർത്തകർക്കിടയിലുണ്ട്. അത് ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പത്മകുമാർ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ചില പരാമർശങ്ങളോ തുറന്നു പറച്ചിലോ നടത്തിയാൽ പോലും അതിനത് പാർട്ടിക്ക് പങ്കില്ലാത്തടത്തോളം കാലം അദ്ദേഹം എന്ത് പറഞ്ഞാലും അതിനെ അതിന്റെ മെറിറ്റിൽ മാത്രം തള്ളിക്കളയുക, അതിനെ എടുത്തുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ പ്രതികരണത്തിലേക്ക് പോകേണ്ടതില്ല, അങ്ങനൊരു സമീപനം നിലവിൽ CPM എടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോടും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോടും വാർത്താസമ്മേളനത്തിൽ ഇതേക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പത്മകുമാറിന് മറുപടി പറഞ്ഞുകൊണ്ട് സമയം കളയേണ്ടതില്ല, ഇനി അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നുള്ള തീരുമാനം സംസ്ഥാന നേതൃത്വം എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പത്മകുമാർ ഇനി എന്തും പറഞ്ഞോട്ടെ, അതിനെ ഞങ്ങൾ അതിന്റെ മെറിറ്റിൽ കണ്ടുകൊള്ളാം എന്നുള്ളതാണ് നിലവിൽ CPM എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. പക്ഷേ പത്മകുമാർ ആത്മകഥ എഴുതുമോ ഇല്ലയോ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ എഴുതാം എഴുതാതിരിക്കാം എന്നുള്ള പ്രതികരണമാണ് നടത്തുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് പത്മകുമാറിന് ആത്മകഥയുണ്ടാകും. ആ ആത്മകഥയിൽ വലിയ തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്യും. ദിലീപ്, ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.